വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമാണുള്ളത്: മനസ്സമാധാനമാണ്. മനസ്സിന്റെ സമാധാനവും മനസ്സിന്റെ ആരോഗ്യവുമാണ് സമ്പത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ലോകത്തുള്ള എന്തിനേക്കാളും വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതീബുൻ നഫ്സി മിനൻ നിഅം. മാനസികമായ ആരോഗ്യം, മാനസികമായ സ്വസ്ഥതയും സമാധാനവും അതാണ് അനുഗ്രഹങ്ങളിൽപ്പെട്ട പ്രധാന അനുഗ്രഹം എന്ന അർത്ഥത്തിൽ അവിടുന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി. ഈ ഒരു മാനസികമായ സന്തോഷവും സമാധാനത്തിന്റെയും അവസ്ഥ മനുഷ്യരിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന, മനസ്സിന്റെ സമാധാനത്തെ തകർത്ത് കളയുന്ന എല്ലാവിധ ദുശ്ശീലങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ഇസ്ലാം മനുഷ്യനെ സമ്പൂർണമായും വിലക്കുകയും ചെയ്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖ. തീർച്ചയായും നിന്റെ മനസ്സിനോട് നിനക്ക് ചില കടമകളുണ്ട്. മനസ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനുള്ള കടമ, നമ്മുടെ ശാരീരികമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനുള്ള കടമയോളം അതിനേക്കാൾ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാവശ്യമായ നിർദ്ദേശം ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു അറിയിച്ചത്, മനസ്സിനെ വിമലീകരിച്ചവൻ, ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിച്ചു എന്നാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ മനസ്സിനെ ശുദ്ധീകരിച്ചവൻ, അതിനെ സംസ്കരിച്ചവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സിനെ മലിനപ്പെടുത്തിയവൻ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുക എന്നുള്ളത് നമുക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതിൽ നമുക്കാർക്കും തർക്കമില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ മനസ്സമാധാനം കിട്ടാൻ എന്താണ് വേണ്ടത്, ഒരു സ്വൈര ജീവിതം കിട്ടാൻ എന്താണ് വേണ്ടത്, മനസ്സൊന്ന് ടെൻഷൻ ഫ്രീ ആകുവാൻ എന്താണ് വേണ്ടത്, സംഘർഷമുക്തമായ ഒരു മനസ്സിന്റെ ഉടമയായി ജീവിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ലോകം വളരെയേറെ കൂലങ്കഷമായി ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാലത്ത് റഹ്മാനായ റബ്ബ് പറയുന്ന ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ നമ്മുടെ മനസ്സുകൾ ശാന്തമാകും, അവിടെ സംഘർഷത്തിന് ഇടമുണ്ടാവുകയില്ല. ചുരുക്കി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള അടുപ്പം സദാ നിലനിർത്തുക എന്നുള്ളതാണ്. റബ്ബിനെ ആയിരിക്കണം നമ്മുടെ ഒരു കൂട്ടുകാരന്റെ സ്ഥാനത്ത് നമ്മൾ കാണേണ്ടത്. അവനെ അനുസരിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട്, അവനെ ഓർക്കേണ്ടിടത്തെല്ലാം സദാ ഓർത്തുകൊണ്ട്, അവനെ മറന്നുള്ള ഒരു ജീവിതമില്ലാതെ കൃത്യതയോടെ തഖ്വയുള്ള ഒരു ജീവിതം മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ മനസ്സിന് സമാധാനമുണ്ടാകും. അള്ളാഹു പറഞ്ഞ കാരണമാണത്. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, ബിദിക്രില്ലാ, അള്ളാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ അടങ്ങുക, ശാന്തമാവുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തെങ്കിലും മാനസികമായ സംഘർഷങ്ങൾ അവിടത്തേക്ക് വന്നാൽ അവിടുന്ന് പലപ്പോഴും മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയും, യാ ബിലാൽ, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ. ബിലാലെ, ഇഖാമത്ത് വിളിക്ക്, നമസ്കാരം നിർവഹിക്കാം നമുക്ക്, അതുകൊണ്ട് ഞാനൊന്ന് ആശ്വാസമുള്ളവനായി തീരട്ടെ എന്ന്. മനസ്സിന് ആശ്വാസം ഉണ്ടാകുവാൻ ഉളുവെടുത്ത് നമസ്കരിക്കുക, റഹ്മാനായ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിലൂടെ മാത്രമേ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ടത്, റഹ്മാനായ റബ്ബ് നമുക്ക് തന്നത് പോരാ എന്നല്ലേ നമ്മുടെ മനസ്സിന്റെ
എല്ലാ ആധികൾക്കും വ്യാധികൾക്കും കാരണമായി മാറുന്നത്. അതിനുള്ള മറുമരുന്ന് എന്താണ്? അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. ഖദറിലുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് ആറാമത്തെ കാര്യമായി ഞാൻ എണ്ണിയാൽ പോരാ, അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ തൃപ്തിപ്പെടണം. ആപത്തുകളെ സംബന്ധിച്ച് മനക്ലേശങ്ങളൊക്കെ പിടികൂടുമ്പോ ആ ദുനിയാവിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് നിരാശയിൽ ഒരിക്കലും കഴിയരുത്. അത് വിശ്വാസിക്ക് ഭൂഷണമല്ലെന്നും അവിശ്വാസികളുടെ ലക്ഷണമായിട്ടാണ് അല്ലാഹു അത് ഖുർആനിൽ എണ്ണുന്നത്. ഏത്? അല്ലാഹു പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ആളുകൾക്ക് വല്ല ആപത്തുകളും തിന്മകളും ബാധിച്ചാൽ അവനതാ വല്ലാതെ നിരാശനാകുന്നു. അതേപോലെ തന്നെ അവന് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അവന് ആശയില്ലാതെ അവൻ എപ്പോഴും വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിൽ നീറിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന്. ഇത് മുസ്ലിമിന്റെ ലക്ഷണമല്ല പറയുന്നത്, ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്ത നിഷേധികളുടെ സ്വഭാവമാണെന്നാണ് അള്ളാഹു പറയുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും അവന്റെ മനസ്സിനെ അവൻ പഠിപ്പിക്കേണ്ടതും ഉരുവിടേണ്ടതും ആവർത്തിച്ചാവർത്തിച്ച് തന്നെ പഠിപ്പിക്കേണ്ടതുമായ ഒരു വചനമുണ്ട്. ഏത് ഘട്ടത്തിലും എന്താപത്ത് ബാധിച്ചാലും, ഏത് ദുരിതത്തിലകപ്പെട്ടാലും, ഏത് വിധത്തിൽ പ്രയാസം ഉണ്ടായാലും തന്റെ മനസ്സിനെ അവൻ പഠിപ്പിച്ച് ആവർത്തിച്ച് തന്നോട് പറയേണ്ടത് ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ലൻ യുസീബനാ, ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കുകയുമില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതേ നടക്കൂ, അതിലപ്പുറം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന മനസ്സിനെ കൃത്യമായി പഠിപ്പിക്കണം. മാത്രമല്ല, നമുക്ക് ബാധിച്ച ഒരു തിന്മയെ കുറിച്ച് നമ്മൾ വല്ലാതെ ബേജാറിലാകുമ്പോ നമ്മൾ ആലോചിക്കണം, അത് എന്റെ കൊച്ചു മനസ്സിലുള്ള ചിന്ത കൊണ്ടാണ് തനിക്കിപ്പോൾ ബാധിച്ച ഈ പ്രശ്നം വല്ലാത്തൊരു പ്രയാസമായി എനിക്ക് തോന്നുന്നത്. വരാൻ പോകുന്ന ഒരു ഭാവിയിൽ ഇതൊരു പക്ഷേ എനിക്ക് നന്മയായിട്ടായിരിക്കും ഭവിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പിടികൂടുമ്പോ വല്ലാതെ നിങ്ങൾ വിഷമിച്ച് അതിനോട് വെറുപ്പും നീരസവും ഒക്കെ കാണിക്കുന്നു. വാസ്തവത്തിൽ വഹുവ ഖൈറുൽ ലക്കും, അതായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് നന്മയായി ഭവിക്കാൻ പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മൂന്നാമതായി നമ്മൾ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് പോസിറ്റീവ് ചിന്തകൾ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ നാം കൊണ്ടുവരേണ്ടത്. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കണം. കാരണം എപ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുവരികയുള്ളൂ. തന്റെ റബ്ബിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം, ഇതൊക്കെ മാറും, ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങും, ഒരു നല്ല ദിവസം എനിക്ക് വരും, എന്റെ മനസ്സ് ശാന്തമാകും, എന്റെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാകും എന്ന് റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം ഉണ്ടായിരിക്കണം. അന ഇൻദ ദന്നി അബ്ദീ ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവനോട് ഇടപെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, നീ വരാൻ പോകുന്ന ഭാവി എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടാണ് പലരും വേവലാതിപ്പെടുന്നത്. എനിക്ക് വല്ല അസുഖമോ എന്റെ ശരീരത്തിൽ ഇപ്പൊന്നുമില്ല, ഇനി ഒരു അസുഖത്തിന് ഞാൻ അടിമയാകുമോ, അന്നെന്റെ അവസ്ഥ എന്താകും എന്ന് വരാൻ പോകുന്ന രോഗത്തെ കുറിച്ചാണ് ബേജാറാകുന്നത്. ദാരിദ്ര്യം പിടികൂടുമോ എന്നോർത്തുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ആശങ്കയാകുന്നത്. അതൊക്കെ ശൈത്താന്റെ ദുർബോധനങ്ങളാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാറ്റിവെക്കണം അത്തരം വസ്വാസകളെ. കാരണം റബ്ബ് നമ്മോട് പറഞ്ഞു, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ, ശൈത്താനാണ് നിങ്ങളോട് ദാരിദ്ര്യത്തെ കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പേടിപ്പിക്കുന്നത്. അതിന് ശൈത്താൻ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? കഴിഞ്ഞകാല ജീവിതത്തിന്റെ നഷ്ടങ്ങളെ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഗതകാല ജീവിതത്തിലെ നഷ്ടങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു,
നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, പോയത് പോയി. അതോർത്തിങ്ങനെ ജീവിതത്തെ, നല്ല ഒരു ജീവിതത്തിന്റെ അവസ്ഥയെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കരുത്. അത് ശൈത്താനാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞകാല നഷ്ടങ്ങളെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മെ കരയിപ്പിക്കുക, നമ്മുടെ മനസ്സിന് ക്ലേശമുണ്ടാക്കുക, അത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ മനസ്സിൽ സങ്കടമുണ്ടാക്കിയിട്ട് വരാൻ പോകുന്ന നല്ല ഒരു ജീവിതത്തിലെ സൽക്കാര്യങ്ങളിൽ നിന്ന് അവനെ ദുഃഖിപ്പിച്ച് തടയിടാനാണ് ചെകുത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് ഗതകാല നഷ്ടങ്ങൾ ഓർത്തുകൊണ്ട് ദുഃഖിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത്. അത് ചെകുത്താന്റെ വസ്വാസുകൾ മാത്രമായി അതിനെ അവഗണിക്കണം. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, സമാധാനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്, മറ്റുള്ളവരുമായി എന്റെ ജീവിതത്തെ ഞാൻ താരതമ്യപ്പെടുത്തുമ്പോഴാണ്. എന്താ അവന്റെ ജീവിതം, എന്താ അവന്റെ സാലറി, എന്താ അവന്റെ സൗകര്യം, എന്താ അവന്റെ ഒരവസ്ഥ, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് താരതമ്യപ്പെടുത്തുകയല്ല വേണ്ടത്. അത് നിന്റെ മനസ്സിന്റെ സമാധാനമല്ല ഉണ്ടാക്കുക, അത് നിന്റെ മനസ്സിനെ സംഘർഷമുള്ള മനസ്സാക്കി മാറ്റും. അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് വിരസത മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തനിക്ക് കിട്ടിയതിൽ സംതൃപ്തനാകുവാനാണ് ശ്രമിക്കേണ്ടത്. അഞ്ചാമത്തെ മറുമരുന്ന് അതാണ്. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ എത്രയാണോ തനിക്ക് നൽകിയത്, അങ്ങനെ ഒരാൾക്ക് നൽകപ്പെട്ട ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അല്ലാഹു അവന് കൊടുത്തതിൽ അവൻ സംതൃപ്തനുമാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് മഹാഭാഗ്യവാന്മാരെന്ന്. എനിക്ക് എത്രയാണ് തരേണ്ടത് എന്ന് എനിക്കല്ല അറിയാ, എന്റെ റബ്ബിനാ തരിക. എന്റെ റബ്ബാണ് തീരുമാനിക്കുന്നത്. എനിക്ക് കിട്ടുന്നതാണോ ഹൈറ്, കിട്ടാത്തതാണോ ഹൈറ്, എനിക്കിപ്പോ ഇങ്ങനെ ഒരവസ്ഥയാണോ ഹൈറ്, അതോ മറ്റൊരവസ്ഥയാണോ ഹൈറ്, ഞാനല്ല എന്റെ കുഞ്ഞു ബുദ്ധി കൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് അതിന്റെ പേരിൽ ടെൻഷൻ ആവേണ്ടത്. മറിച്ച് അല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അത്രേ നിങ്ങളെ കുറിച്ച് നന്നായി അറിയുന്നവൻ, അല്ലാഹുവാണ് അറിവുള്ളവൻ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങളോ ഒരു വിവരവുമില്ലാത്തവരുമാണ്. അതുകൊണ്ട് കുഞ്ഞു ബുദ്ധിയിലെ വരുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ മനസ്സ് ടെൻഷൻ ആവണ്ട. ഇപ്പറഞ്ഞ 5 കാര്യങ്ങളും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചു നോക്കൂ. ടെൻഷൻ ഫ്രീ ആയ ഒരു മനസ്സിന്റെ ഉടമകളായി ജീവിക്കുന്ന കാലം ദാരിദ്ര്യത്തിലാണെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും എന്തിലാണെങ്കിലും സമാധാനത്തോടെ കഴിയാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റഹ്മാനായ റബ്ബിന്റെ ഔഷധങ്ങൾ സേവിക്കുക, അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയുക, ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ച് ദുഃഖിക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ് ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ 5 ഔഷധങ്ങളാണ്, 5 പ്രധാനപ്പെട്ട മറുമരുന്നുകളാണ് ഇസ്ലാം നമ്മുടെ മനസ്സ് ടെൻഷൻ ഫ്രീ ആകുവാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മുടെ കാര്യം. എന്നാൽ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ നാം ഇടപെടുന്നവർക്കും നമ്മൾ മനസ്സമാധാനം നൽകിയിരിക്കണം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അവിടെയുള്ള നമ്മുടെ ഇണ, അതേപോലെ തന്നെ സന്താനങ്ങൾ, മറ്റു ബന്ധപ്പെട്ടവർ, അവർക്കും വേണം സമാധാനം ലഭിക്കുക. അവരുടെയും മനസ്സുകൾ ശാന്തമാകണം. അതിന് ഗൃഹാന്തരീക്ഷം എപ്പോഴും സമാധാനപൂർണമായിരിക്കണം. അതിന് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ ജോലി ഭാരത്തിന്റെയും ഓഫീസിലെയും തന്റെ തൊഴിലിടങ്ങളിലെയും 100 കൂട്ടം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ടാകരുത് വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുന്നത്. ജോലി സ്ഥലത്തും നിന്റെ പ്രവർത്തന മേഖലയിലും മണ്ഡലങ്ങളിലുമൊക്കെ 100 കൂട്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ മാറാപ്പുകളൊക്കെ വാതിലിന്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം നീ നിന്റെ വീട്ടുകാരോട് സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറുവാൻ. വീട്ടിലെപ്പോഴും സന്തോഷമായിരിക്കണം. അവിടെ നിന്റെ ജോലി സ്ഥലത്തെ ടെൻഷൻ മക്കളോട് കാണിക്കരുത്, ഭാര്യയോട് കാണിക്കരുത്, ബന്ധപ്പെട്ടവരോട് കാണിക്കരുത്. അവിടെ ഭാരങ്ങളൊക്കെ പുറത്ത് ഇറക്കി വെച്ചിട്ട്
വീട്ടിൽ സമാധാനത്തോടുകൂടെ കഴിയുക. അവർക്കും ലഭിക്കണം സമാധാനം, അവർക്കും ലഭിക്കണം ആശ്വാസം. ഫഇന്നല്ലാഹ ഇദാ അറാദ ബിഅഹ്ലി ബൈത്തിൻ ഖൈറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബങ്ങൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അദ്ഖല അലൈഹിമുർ റിഫ്ഖ, അവരൊക്കെ പരസ്പരം നല്ല പരിസ്ഥിതിയുള്ളവരായി ജീവിക്കും ആ വീട്ടിലെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിന് സൗമ്യമായി ജീവിക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് കിട്ടണം. റിഫ്ഖ് എന്ന് പറയുന്നത് റബ്ബ് തരുന്ന വരദാനമാണ്, റബ്ബിന്റെ തൗഫീഖാണ്. അത് ലഭിക്കണമെങ്കിൽ ആദ്യ ഖുതുബയിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞ 5 കാരണങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ അർത്ഥത്തിലാകുമ്പോ നമ്മുടെ മനസ്സുകൾ ശാന്തമാകും, ഗൃഹാന്തരീക്ഷം ശാന്തമാകും, മക്കൾ ശാന്തരാകും, ഇണ ശാന്തമാകും, ജീവിതം സമാധാനപൂർണമാകും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സുകളെ, ശരീരങ്ങളെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله.